കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ നടി ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ പോലീസ് സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷമാകും ചോദ്യം ചെയ്യൽ. സ്റ്റേഡിയത്തിലെ ഗിന്നസ് നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ പോലീസ് പരിശോധിക്കുന്നു. പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്നതിനപ്പുറം സാമ്പത്തിക ലാഭം ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനൊക്കെ പോലീസിന്റെ തീരുമാനമുണ്ടായിരുന്നു. അത്തരത്തിലൊക്കെ വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് അവർ വിദേശത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ എത്തരത്തിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടെങ്കിൽ തന്നെ അത് സാധ്യമാകുക? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരോട് ചോദിച്ചറിയാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്? കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരാ പരിപാടിയുടെ സംഘാടകയൊന്നുമല്ല, ഇവരാ പരിപാടിയുടെ ഒരു അംബാസിഡർ ആണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് ആതിര കരുതിയിരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇവർ പരിപാടിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിരുന്നു. പക്ഷേ ഇവർക്ക് സാമ്പത്തിക ലാഭം ലഭിച്ചിട്ടുണ്ടെന്നാണ് ഒരു പ്രതി ഇതിൽ മൊഴി നൽകിയിരുന്നത്. അക്കാര്യം തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകളെല്ലാം പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പണം ഏതെല്ലാം അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്നത്. സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച ശേഷം മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച് പൂർത്തിയായാലുടൻ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ കേസിൽ ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുള്ള 5 പ്രതികളുടെയും ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ പോലീസ് സമീപിച്ചിട്ടുണ്ട്. അവരുടെ ജാമ്യം റദ്ദ് ചെയ്ത് അവരെ കൂടുതലായി ചോദ്യം ചെയ്യാനും ഇവരെ കസ്റ്റഡിയിലെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ സ്റ്റേഡിയത്തിലെ ഉമാ തോമസ് വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിലേക്ക് കടന്നിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പാണ് ഇപ്പോൾ കാര്യമായി തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൽ ദിവ്യ ഉണ്ണിയുടെ പങ്കടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിലെ വരവ് ചെലവ് കണക്കുകളോടൊപ്പം തന്നെ ദിവ്യ ഉണ്ണിക്ക് ഏതെല്ലാം രീതിയിൽ പണം നൽകേണ്ടി വന്നിട്ടുണ്ട്, സാമ്പത്തിക ലാഭം ഇതുകൊണ്ട് ദിവ്യ ഉണ്ണിക്ക് ഉണ്ടായിട്ടുണ്ടോ, ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള മെച്ചം ദിവ്യ ഉണ്ണി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അതിനുശേഷം ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.